തകർന്നു കിടന്ന ഒരു സംഘത്തിലേക്കായിരുന്നു അയാളുടെ വരവ്. പേര് ഇവാൻ വുക്കുമിനോവിച്ച്. പേരും പ്രശസ്തിയും കൈവശമില്ലാത്തത് കൊണ്ടാവണം ആരും തന്നെ ആ പേര് അത്ര കണ്ട് ശ്രദ്ധിക്കാതെ പോയത്. വൻ പ്രതീക്ഷകളുമായി വന്ന പലരും തോറ്റുപോയിടത്ത് അയാൾ എന്ത് ചെയ്യുമെന്ന ചോദ്യമായിരുന്നു ചുറ്റും. പ്രതീക്ഷയുടെ കിരണങ്ങൾ തകർച്ചയുടെ ഇരുളുകളിലേക്ക് പോയി മറന്ന ജനതയ്ക്ക് ജീവൻ നൽകുക, നിഴൽ പോലെ കൂടെയുള്ള നിരാശയെ ആത്മവിശ്വാസം കൊണ്ട് പകഞ്ഞു മാറ്റുക എന്നിങ്ങനെ അയാൾക്ക് മുന്നിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ ഏറെയായിരുന്നു. പതിയെ പതിയെ അയാൾ ആരാധക ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരുന്നു. മറ്റാർക്കും സാധിക്കാത്തതെന്തോ അയാളാൽ സാധിക്കപ്പെടുമെന്ന് അവരും വിശ്വസിച്ചു തുടങ്ങുന്നു. ഉറുഗ്വേയിൽ നിന്നും ഒരു മായാജാലക്കാരനും സ്പാനിഷ് വസന്തങ്ങൾ ഉണർത്തിയ രണ്ട് മുന്നേറ്റക്കാരും ഒപ്പം അഡ്രിയാറ്റിക്കിന്റെ ആലിംഗനം പുരാതന കൃപകളുടെ കഥകൾ മന്ത്രിക്കുന്ന ക്രൊയേഷ്യൻ മണ്ണിൽ നിന്നുള്ള ഒരു കാവൽക്കാരനും വീറും വാശിയും നിറഞ്ഞ യുവനിരയും ഒത്തിണക്കി അയാൾ പടുത്തുയർത്തിയത് ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ തന്നെ മികച്ച ടീമിനെ ആയിരുന്നു. പലകുറി കൊട്ടിയടക്കപ്പെട്ട വാതിലിന് മുന്നിൽ നിന്നും നിരാശ പൂണ്ട മുഖവുമായി മടങ്ങേണ്ടി വന്ന ജനങ്ങൾ വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു. സീസണിലേക്ക് എടുത്തുവെച്ച ആദ്യ അടിയിൽ തന്നെ ഏറ്റ മോഹൻ ബഗാൻ പ്രഹരത്തിൽ പുച്ഛിച്ചവരെയെല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതിനുശേഷമുള്ള ബ്ലാസ്റ്റേഴ്സ്. കൊമ്പന്മാരുടെ സ്വപ്നതുല്യമായ മുന്നേറ്റത്തിന് തടയിടാൻ നിർഭാഗ്യം കൊറോണയുടെ രൂപമണിഞ്ഞെങ്കിലും അതിലൊന്നും പതറാതെ ലീഗ് സ്റ്റേജും കടന്ന് സെമിയിൽ ഷീൽഡ് വിന്നേഴ്സായ ഓവൻ കോയലിന്റെ ജംഷഡ്പൂരിന് മേൽ വിജയപേരി മുഴക്കി ബ്ലാസ്റ്റേഴ്സ് മൂന്നാം ISL ഫൈനലിലേക്ക്. സ്വപ്നം മാത്രമായി അവസാനിക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ISL കിരീടം കൈവെള്ളയിൽ എത്തി നിൽക്കവെയായിരുന്നു മത്സരം അവസാനിക്കാൻ 3 മിനിറ്റ് മാത്രം ശേഷിക്കെ സാഹിൽ ടവേരയുടെ ബൂട്ടിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഗോൾ വലയിലേക്ക് ആ പന്ത് പറന്നിറങ്ങുന്നതും. ഒടുക്കം ഷൂട്ടൌട്ട് എന്ന നിർഭാഗ്യ പരീക്ഷണത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ കൂടപ്പിറപ്പായ നിർഭാഗ്യത്തിന് മുന്നിൽ ഇവാൻ വുക്കുമിനോവിച്ച് എന്ന മനുഷ്യനും മുട്ടുകുത്തുന്നത്. പല വമ്പന്മാരുടെ മുന്നിലും മുട്ടുകുത്തി നിന്നിരുന്ന ബ്ലാസ്റ്റേഴ്സ് അയാളുടെ വരവിന് ശേഷം പരാജയപ്പെടുത്താത്ത ടീമുകളില്ല. സമനില കൊണ്ടുപോലും തൃപ്തിപ്പെട്ടിരുന്നവർക്ക് വിജയങ്ങൾ പോലും തികച്ചും സാധാരണമായി തോന്നി. നിർഭാഗ്യം പരിക്കുകളുടെ രൂപങ്ങളിലും മറ്റും പിന്നിൽ നിന്ന് വലിക്കുമ്പോഴും അയാൾ ഉള്ളതുകൊണ്ട് തന്നാലാവുന്നതെല്ലാം ചെയ്തു എന്നതാണ് സത്യം. പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്ന ടീമിനെ തുടർച്ചയായ 3 പ്ലേ ഓഫിലേക്ക് എത്തിച്ചത് കോച്ച് നിങ്ങളാണ്. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായത് അയാളുടെ വരവോടെയല്ലേ. ആരാധകരെ എത്രത്തോളം സ്നേഹിച്ചിരുന്ന മറ്റൊരു പരിശീലകൻ ISLൽ വേറെയുണ്ടോ? പരിശീലകൻ എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സിൽ അയാളുടെ പേരിലേക്ക് മാറ്റി എഴുതാൻ ഇനി റെക്കോർഡുകളില്ല. തന്നാലാകുന്നതെല്ലാം നേടിയിട്ടും കിരീടം മാത്രമാകുന്നു നിന്നതുകൊണ്ടാകാം കാലം കാത്തുവെച്ച കാവ്യനീതിയിലേക്കുള്ള യാത്രയിൽ ബ്ലാസ്റ്റേഴ്സിനെയും 12ാമനെയും വിട്ട് അയാൾ മടങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം ഉള്ളിടത്തോളം കാലം ഇവാൻ വുക്കുമിനോവിച്ച് എന്ന പേരും ഈ മനുഷ്യനും ഇവിടെ ഉണ്ടാക്കിയ ഓളവും ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും മറക്കില്ല. അതെ, ലവ് യു ആശാനെ, താങ്ക് യു ഫോർ എവരിതിങ്.